മകരവിളക്ക് ആഗതമാകുന്നതോടെ ഭക്തി നിർഭരതയുടെ പാരമ്യത്തിലാണ് ശബരിമല സന്നിധാനം. അയ്യപ്പന്റെ പൂങ്കാവനം ശരണം വിളികളുടെ ശംഖുലികൾ അലയടിക്കുന്ന ജനസാഗരമായി മാറുന്നു. മണ്ണിലും മനസ്സിലും വിണ്ണിലുമെല്ലാം മണികണ്ഠനാമം നിറയുന്നു. ഒരു പാറക്കെട്ടിനു മുകളിൽ ശബരിമല ശ്രീകോവിൽ ഒറ്റ നിർമ്മിതിയാണ്. ശ്രീകോവിലിനു ചുറ്റും ശിവഭൂതഗണങ്ങളായ വാപുരൻ, കടുശബ്ദൻ, കടുത്തസ്വാമി, കറുപ്പസ്വാമി, കൂപനേത്രൻ, കൂപകർണൻ, ഘണ്ടാകർണൻ, വീരഭദ്രൻ എന്നിവർ വിരാജിക്കുന്നു. കന്നിമൂലയിൽ വിഘ്നേശ്വരനും നാഗരാജാവും കുടികൊള്ളുന്നു. 18-ാം പടിക്ക് താഴെ കടുത്തസ്വാമിയും കറുപ്പസ്വാമിയും കറുപ്പായിയമ്മയും തൃപ്പടികൾ സംരക്ഷിക്കുന്നു. പടിക്ക് വലതുവശത്ത് അഗ്നികുണ്ഠം മണ്ഡലകാലം മുഴുവൻ മഹായാഗം തന്നെ നടത്തുന്നു. ഇത് വനമേഖലയെയാകെ പരിശുദ്ധമാക്കുന്നു. വാമഭാഗത്ത് കൊച്ചുകടുത്ത സ്വാമി, മാളികപ്പുറത്തമ്മ, നാഗയക്ഷി, നവഗ്രഹങ്ങൾ, മണിമണ്ഡപം എന്നീ സങ്കേതങ്ങൾ കാണാം. മാളികപ്പുറത്തമ്മ പന്തള രാജാവിന്റെ കുലദേവതയായ മധുരമീനാക്ഷി തന്നെയാണ്. ജാതിമത ഭേദചിന്തകൾ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആധ്യാത്മിക കേന്ദ്രമാണ് ശബരിമല സന്നിധാനം. വ്രതം നോറ്റ് മാലയണിഞ്ഞ് ഹൃദയശുദ്ധിയോടെ പ്രകൃതിയിലലിഞ്ഞ് ശരണം വിളിച്ച് മലമുകളിലെത്തുമ്പോൾ ആ മഹനീയ തേജസ്സിന് മുന്നിൽ ഭഗവാനും ഭക്തനും ഒന്നാകും. ചിന്മുദ്രാങ്കിത യോഗ സമാധിയിൽ യോഗഭട്ടബന്ധനസ്ഥനായി ഭക്തന് ദർശനം നൽകി. ഭക്തനും ഞാനും ഒന്നാണെന്ന തത്വമസി ഉപദേശവാക്യത്തിലൂടെ ഭക്തനിൽ കുടികൊള്ളുന്ന ജീവാത്മാവിനെ ഉയർത്തുന്ന പ്രക്രിയ ശബരിമലയിലല്ലാതെ മറ്റൊരിടത്തും കാണാനാകില്ല. അതുതന്നെയാണ് ശബരിമലയുടെ പൊരുളും പരിപാവനതയും. Presented by Chaikari, Kazhakkottam, near Infosys, Thiruvananthapuram. Chai, 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 Chaikari.